ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ പ്രീക്വൽ ആയിട്ടുള്ള സീരീസ് ആണ് എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ്. ഈ ഒരു സീരീസ് മെയിൻലി സംസാരിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒരു ലൈഫ് ജേർണിയാണ്. ഒന്ന് സർ ഡങ്കൻ ദ ടോളും മറ്റത് എഗ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അവരുടെ ലൈഫിൽ അവർ പരസ്പരം മീറ്റ് ചെയ്യുന്ന ശേഷം അവർ മീറ്റ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് ഇവന്റ്സും അവർ പോകുന്ന ഒരു ബാറ്റിലൊക്കെയാണ് ഈ സീരീസിന്റെ മെയിൻ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ബാറ്റിൽസോ വോറോ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസ് പോലെ ഭയങ്കര ഡ്രാഗൺ ഫൈറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗും ഇല്ല. വളരെ സിമ്പിൾ ആണ് ഇവിടെ. പക്ഷെ സിമ്പിൾ ആണെങ്കിലും ഓരോ എപ്പിസോഡും അടിപൊളിയായിരുന്നു. നമ്മൾ ആ ഒരു വെസ്റ്റോസിൽ നിൽക്കുന്ന ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ര കിട്ടലായിട്ടാണ് ഇതിന്റെ എൻ്റെ എക്സിക്യൂഷൻ പോയിരിക്കുന്നത്. ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു 3 പാർട്ട് നോവലാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ സീരീസ് ആയിട്ട് വന്നിരിക്കുന്നത്. 6 എപ്പിസോഡേ ഉള്ളൂ. ഓരോ എപ്പിസോഡ് ഒരു 30 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. ഈ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ വിത്തിൻ ടൈം അല്ലെങ്കിൽ ഒരു 6 എപ്പിസോഡിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ സീരീസ് വന്നിട്ടുണ്ട്. ആദ്യത്തെ എപ്പിസോഡ് എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡങ്കൻ ദ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പിന്നീട് മീറ്റ് ചെയ്യുന്ന ആ ഒരു എഗ് എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ്. എഗ് എന്ന് പറയുന്ന ആരാന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ. അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ചെറിയൊരു സസ്പെൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവർക്കും ഓൾറെഡി അറിയാം എഗ് ആരാന്നുള്ളത്, എന്നാലും ഞാൻ കാണാത്തവർക്ക് വേണ്ടി അത് പറയുന്നില്ല. സർ ഡങ്കൻ ദ ടോളിനെ കുറിച്ച് ഗെയിം ഓഫ് ത്രോൺസിലും പറഞ്ഞു പോകുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു ഹെഡ്ജ് നൈറ്റ് ആണ്. ഹെഡ്ജ് നൈറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഒരു ഹൗസിന്റെ പേരിൽ നിൽക്കാതെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന നൈറ്റ്സ് ആണ് ഹെഡ്ജ് നൈറ്റ് എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരന്റെ ലൈഫിൽ വലിയ പ്ലാനും പരിപാടിയൊന്നും ഇല്ല. ഓരോ സ്ഥലങ്ങളിൽ പോവുക, അവിടുത്തെ ബാറ്റിലൊക്കെ ജോയിൻ ചെയ്യുക, അവിടെ നിന്ന് കിട്ടുന്ന പ്രൈസ് ഒക്കെ വാങ്ങിയിട്ട് വരിക, അങ്ങനത്തെ ഒരു നൈറ്റ് ആണ്. പുള്ളിക്കാരൻ്റെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു മാസ്റ്ററിന്റെ കാലശേഷമാണ് പുള്ളിക്കാരൻ ഈ ഒരു സീരീസിൽ വരുന്ന ആ ഒരു സ്റ്റോറിയിലോട്ട് വരുന്നത്. അത് വേറൊന്നുമില്ല, ആഷ്വോർഡ് എന്ന് പറയുന്ന പ്ലേസ് നടക്കുന്ന ഒരു ബാറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ വരുമ്പോഴാണ് പുള്ളിക്കാരൻ എഗ്ഗിനെ മീറ്റ് ചെയ്യുന്നത്. ഈ ഒരു എൻറ്റയർ സീരീസ് സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഡങ്കൻ ആ ഒരു ആഷ്വോർഡുള്ള ബാറ്റ് ജോയിൻ ചെയ്യാൻ വരുമ്പോഴാണ്. സ്റ്റോറി ഒന്നും അങ്ങനെ വലിയ എൻഗേജിംഗ് ആയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഫസ്റ്റ് എപ്പിസോഡായാലും സെക്കൻഡ് എപ്പിസോഡായാലും എല്ലാം വളരെ നോർമൽ ആയിട്ട് ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് മാത്രമേ സംസാരിച്ച് പോകുന്നുള്ളൂ. പക്ഷെ എപ്പിസോഡ് 4 and 5 വേറെ ലെവലായിരുന്നു. അവിടുത്തെ ഒരു എക്സിക്യൂഷനും പ്രസന്റേഷനും അത് ടോപ്പ് നോച്ച് ആയിരുന്നു. മറ്റേ തീ ആയിട്ടും എന്നൊക്കെ പറയത്തില്ല, അമ്മാതിരി ലെവൽ സാധനമായിരുന്നു. അത് കിട്ടില്ലായിരുന്നു. ആ ഒരു ബാറ്റിന് ശേഷം ആ ഒരു ഡങ്കന്റെയും അല്ലെങ്കിൽ എഗ്ഗിന്റെയും ലൈഫിൽ നടക്കുന്ന ഒരുപാട് ഇവന്റ്സ് ഒക്കെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആ ഒരു ബാറ്റിൽ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് സീസണിൽ അവർ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒരു ക്യാരക്ടർ ആർക്കും അവരുടെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്താണ്, അവർ ആരാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർ എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ ട്രാവൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവർ രണ്ട് മീറ്റ് ചെയ്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് ബാറ്റിലാണ് ഇതിന്റെ ഒരു ഒറിജിൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ ഫസ്റ്റ് സീസണിൽ സംസാരിച്ചിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അല്ലാതെ ഭയങ്കര ടൈം ജമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഗെയിം ഓഫ് ത്രോൺസ് ആയാലും ഹൗസ് ഓഫ് ഡ്രാഗൺസ് ആയാലും, ഹൗസ് ഓഫ് ഡ്രാഗൺസിലാണ് മെയിൻലി ഭയങ്കര വലിയൊരു ടൈം ജമ്പ് വരുന്നത്. പെട്ടെന്നാണ് മാറുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വലിയ ടൈം ജമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർ നടക്കുന്ന കാര്യങ്ങളും ക്യാരക്ടേഴ്സും അവർ ചെയ്യുന്ന ഇവന്റ്സും സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സീരീസിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് ഗെയിം ഓഫ് ത്രോൺസിന് 89 വർഷം മുന്നേയും ഹൗസ് ഓഫ് ഡ്രാഗൺസ് 78 വർഷത്തിന് ശേഷമാണ്. സോ ആ ഒരു ഇൻബിറ്റ്വീൻ ടൈമിലാണ് ഈ ഒരു ഡങ്കന്റെയും എഗ്ഗിന്റെ ആ ഒരു സ്റ്റോറി നടക്കുന്നത്. ഞാൻ ഇതിന്റെ ബുക്കൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ സിനോപ്സ് വായിച്ചിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽ എന്താണോ ഒരു ഉദ്ദേശിച്ചത്, ഈ രണ്ട് ക്യാരക്ടേഴ്സും അവരുടെ ഇവന്റ്സും അവരുടെ ഒരു വേൾഡ് ബിൽഡും അല്ലെങ്കിൽ അവിടെ ഫേസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെയാണ് അവർ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് മാറുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റിന് ശേഷം വരുന്ന അടിപൊളിയായിട്ടുള്ള സീക്വൻസ് ഒക്കെയാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ ആ ഒരു OG മ്യൂസിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അവിടെ തന്നെ ഇവർ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ കണ്ട ഗെയിം ഓഫ് ത്രോൺസും ഹൗസ് ഓഫ് ഡ്രാഗൺസ് പോലത്തെ പരിപാടി ഇവിടെ ഇല്ല, അതും പ്രതീക്ഷ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഊക്ക് പരിപാടി ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു BGM വരുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക ഇത് ഏത് സ്റ്റൈലിലോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്. അത് വളരെ നൈസ് ആയിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ അല്ലാതെ വലിയ രീതിയിൽ ലാഗ് അടിപ്പിച്ച് കുറെ ടൈം എടുത്ത് ഭയങ്കര ടൈം ജമ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒന്നുമില്ല. എന്താണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് അത് പ്രോപ്പർ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്തിൻ ദ ടൈം, അതും ഒരു 6 എപ്പിസോഡിനകത്ത് ഒരു 30 മിനിറ്റ് വെച്ച് അടിപൊളിയായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. RR മാർട്ടിൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനുണ്ട്. ആ ഒരു സ്റ്റോറി ടെല്ലിംഗിലായാലും അതിന്റെ പ്രസന്റേഷനിലായാലും നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിലെ ഒരു തുടക്കകാലത്ത് നമ്മൾ കണ്ട ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവസാനത്തെ എപ്പിസോഡ് വിടും, അതല്ല ഞാൻ പറയുന്നത്. ആ ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ആ തുടക്കകാലത്ത് നമ്മൾ കണ്ട വെസ്റ്റ്രോസും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോറി ടെല്ലിങ്ങും സ്റ്റൈലും ആ ഒരു ഫീലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഇനി വരാൻ പോകുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം മൂപ്പര് അടിച്ച് പിരിഞ്ഞെന്നാണ് ഇപ്പൊ കേട്ട ന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് എങ്ങനെ പോയോ അതുപോലെ പോകാനൊക്കെ ചാൻസ് ഒരുപാട് കൂടുതലാണ്. സോ ഈ ഒരു സീരീസിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു സീരീസ് സംസാരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതൊരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ സർ ഡങ്കൻ ദ ടോൾ ആൻഡ് എഗ്, ഈ രണ്ട് ക്യാരക്ടേഴ്സ് അവർ മീറ്റ് ചെയ്യുന്ന ശേഷം നടക്കുന്ന കുറച്ച് ഇവന്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഇവന്റ്സിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് എഗ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു പയ്യനും ഡങ്കൻ ദ ടോൾ എന്ന് പറയുന്ന ഒരു ഹെച്ച് നൈറ്റ് ആയിട്ടുള്ള ഒരാൾ, ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ആർക്കായാലും അവരുടെ ഇമോഷൻസ് ആയാലും എല്ലാം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ റിലീസ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ഫില്ലറായിട്ട് വന്നതാണ് ശരിക്കും സീരീസ്. പക്ഷെ ശരിക്കും
പറയുകയാണെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസിനെക്കാളും ആൾക്കാർ ഏറ്റെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഒരു കിടിലം ഫീലാണ്. ലൈക്ക് നമ്മളിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ കാണുന്ന പോലെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറിയും ഫൈറ്റും ബാറ്റിൽസും വാർസും ഒന്നും, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺസ് പോലെ പിന്നെ ഡ്രാഗൺ ഫൈറ്റും പരിപാടി ഒന്നും, അങ്ങനത്തെ ഒന്നും നമ്മൾ ഇതുവരെ ആ ഒരു ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിൽ കണ്ടതിന്റെ ഒന്നും ഇല്ലാത്ത ഒരു സീരീസ് ആണ്. പക്ഷെ ആ ഒരു കണ്ടന്റ് വൈസ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് വൈസ് ക്യാരക്ടേഴ്സും പെർഫോമൻസും പ്രസന്റേഷനും അല്ലെങ്കിൽ ആ ഒരു എൻ്റർ വേൾഡ് ബിൽഡൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആകുന്ന സീരീസ് ആണ്. സോ എന്തായാലും ഇനിയിപ്പം അടുത്ത വർഷം ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. 2027 ഒരു തുടക്കകാലത്ത് തന്നെ ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് വരുന്നുണ്ട്. അതിന്റെ അടുത്ത വർഷം തേർഡ് എപ്പിസോഡ് വരുന്നുണ്ട്. ആർ മാർട്ടിന്റെ ബുക്ക് വെച്ചിട്ടാണെങ്കിൽ 3 പാർട്ടാണ്. ഇനി മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. പക്ഷെ മുന്നോട്ട് പോയാലും ഇപ്പോഴത്തെ ഒരു പ്രസന്റേഷൻ വെച്ചിട്ട് നൈസ് ആണ് പരിപാടി. ഗെയിം ഓഫ് ത്രോൺസ് വരെ കൊളാക്കാതിരുന്നാൽ കൊള്ളാം. ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിലും പ്രസന്റേഷനിലൊക്കെ പോവുകയാണെങ്കിൽ നൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസ് തന്നെയാണ്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാത്തതിൽ വേറെ ഒന്നുമില്ല. ഡങ്കൻ ദ ടോൾ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അയാളുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പക്ഷെ സീരീസ് തീർന്നപ്പോൾ ആ ഒരു ഡങ്കൻ ദ ടോളിന്റെ ജേർണി എന്തുമാത്രം അടിപൊളിയായിരുന്നു എന്നും അയാൾ എന്തൊക്കെ ഫേസ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് അയാൾ കടന്നു വന്നതെന്നൊക്കെ കാണിക്കുമ്പോൾ ഒരു പ്രത്യേകതര ഫീൽ ആയിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഡ്രാഗനും ഫൈറ്റും വാറൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കാണാതിരിക്കുന്നത്, കണ്ടു നോക്കുക. ഒരു അടിപൊളി ഐറ്റമാണ്. അല്ലെങ്കിൽ ഡ്രാഗനും ഫൈറ്റൊക്കെ വേണമെന്നാണെങ്കിൽ ഉടനെ തന്നെ ഹൗസ് ഓഫ് ഡ്രാഗൺസ് വരുന്നുണ്ട്. സോ അതിനും വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.